ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെസിപ്പി ആയാലോ? ഓണമൊക്കെയല്ലേ. ഓണത്തിന് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മുറുക്ക് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാൻ. അധികം ഇൻഗ്രീഡിയൻസേ ആവശ്യമില്ല. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നല്ല കറുമുറ എന്നുള്ള മുറുക്ക്. ഉഴുന്നൊന്നും വറുത്ത് പൊടിച്ച് ചേർക്കാതെ നമുക്ക് നല്ല കിടിലനായിട്ടുള്ള മുറുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ് ഈ ഒരു മുറുക്ക്. ഓണത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുറുക്ക് റെസിപ്പിയും കൂടിയാണ്. നിമിഷ നേരം കൊണ്ട് ഇത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. ഒന്ന് കണ്ടിട്ട് വന്നാലോ? നമുക്കിതിന് വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടി ആവശ്യമുണ്ട്. 2 കപ്പ് അളവിലുള്ള അരിപ്പൊടിയിലാണ് ഞാൻ ഈ ഒരു മുറുക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ഇടിയപ്പമൊക്കെ തയ്യാറാക്കിയെടുക്കത്തില്ലേ, ആ ഒരു വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ ഉഴുന്നുപൊടിക്ക് പകരം കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂണ്. ഉഴുന്നുപൊടി ചേർക്കാത്തത് കൊണ്ട് മുറുക്കിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസവുമില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി മുറുക്ക് തന്നെ നമുക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അളവിൽ അയമോദകം ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക. അയമോദകമൊക്കെ ചേർക്കുമ്പോൾ മുറുക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീയും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ചുറ്റിച്ചൊക്കെ എടുക്കാനായിട്ട് വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമായിരിക്കും. ഇനി ഇവയെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. ആ ഗീയും അതുപോലെ എള്ളും ഒക്കെ ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവയൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തത് കൊണ്ട് ഒരു 2.5 കപ്പ് അളവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ അരിപ്പൊടിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം കാണും. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഇടിയപ്പമൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് ചിലപ്പം വെള്ളത്തിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കുറേശ്ശെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റായിട്ട് എത്ര അളവ് വെള്ളം വേണമെന്ന്. ഞാനിവിടെ ഒരു 2.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി കൂടി നിങ്ങൾ മുറുക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് മുറുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ആദ്യം ബുദ്ധിമുട്ടാണ്. ചൂടൊന്ന് ആറിയ ശേഷം ഞാൻ കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ പരുവമായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഈ ബാറ്റർ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട് വളരെ ഈസിയുമാണ്. ഈ ഒരു കൂട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മുറുക്കിൻ്റെ അച്ചാണ് എടുത്തേക്കുന്നത്. ലേശം ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ടാണ് ഞാൻ ചുറ്റിച്ചെടുക്കാനായിട്ട് പോകുന്നത്. പ്ലേറ്റിൽ ലേശം ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുമുണ്ട്. നമ്മളധികം ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. മുറുക്കിന് എത്രത്തോളം ചുറ്റൊക്കെ ആവശ്യമുണ്ടെന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചുറ്റൊക്കെ എടുക്കുക. ഞാൻ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ ആ ഒരു പോർഷനും എൻഡിങ് ചെയ്ത പോർഷനും ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒരു 5 മിനിറ്റ് മെനക്കെടാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്ലേറ്റ് നിറയെ മുറുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പി കൂട്ട് തന്നെയാണ്. സേവ് ചെയ്ത് വെച്ചോളൂ ഈ ഒരു റെസിപ്പി കൂട്ട്. മുറുക്കിന് എത്രത്തോളം ചുറ്റൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു പോർഷനും എൻഡിങ് ആയിട്ടുള്ള പോർഷനും ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഓയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അത് ഓപ്പണായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. ഇനി ചൂടായ ഓയിലോട്ട് മുറുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചൂടായ ഓയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലോട്ട് എണ്ണയൊക്കെ തെറിച്ച് വീഴും. ഇതുപോലെ ചട്ടുകത്തിലോട്ട് ലേശം ഓയിലൊന്ന് തടവി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കയ്യിലൊന്നും എണ്ണ തെറിച്ച് വിടാതെ ഇതുപോലെ മുറുക്ക് ഓയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓയിലോട്ട് ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ ഇളക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെയാകുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഒരു സൈഡ് ഏകദേശം ഒന്ന് മുരിഞ്ഞു വരുമെന്ന് നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. 2 സൈഡും തിരിച്ചും മറിച്ചുമായിട്ട് ഒരു ഗോൾഡൻ നിറമായി കിട്ടണം. ഈ ഒരു നിറത്തിലായി കിട്ടുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു മുറുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ചൂടാറി കഴിയുമ്പോൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറെ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വയറ് നിറച്ച് കൊടുക്കാനുള്ള മുറുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.